എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു ടെസ്റ്റ് എൻജിൻ യൂസ് ചെയ്ത് എങ്ങനെ ഇൻഡെക്സ് ആൻഡ് ഇമെയിലബിൾ HTML റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എക്ലിപ്സ് ഐ ഡിയിൽ ടെസ്റ്റ് എൻജിൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ വെബ് ഡ്രൈവറിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റപ്പ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് @ബിഫോർ മെത്തേഡ് എന്ന അനോട്ടേഷനാണ്. ഈ മെത്തേഡിനകത്ത് ഫോം ലോഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ URL ലോഞ്ച് ചെയ്യാനും വിൻഡോ മാക്സിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള 3 സെക്കൻഡ് വെയിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ള രണ്ട് ടെസ്റ്റ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് മെത്തേഡിൻ്റെ പേര് ടൈറ്റിൽ ടെസ്റ്റ് എന്നും രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേര് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് എന്നുമാണ്. അതുപോലെ തന്നെ ടിയർ ഡൗൺ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. അതിനെ അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ആഫ്റ്റർ മെത്തേഡ് എന്ന അനോട്ടേഷനാണ്. അപ്പോൾ ബിഫോർ മെത്തേഡ് ഓരോ ടെസ്റ്റിന് മുമ്പ് എക്സിക്യൂട്ട് ആകും. ആഫ്റ്റർ മെത്തേഡ് ഓരോ ടെസ്റ്റിന് ശേഷം എക്സിക്യൂട്ട് ആവും. ആദ്യമേ ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അതിനുശേഷം ടൈറ്റിൽ ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ആകും. ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത് സ്വാഗ് ലാബ്സ് എന്ന വെബ്സൈറ്റിനകത്ത് ലോഗിൻ എന്ന ബട്ടൺ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ടൈറ്റിൽ ടെസ്റ്റിനകത്ത് സ്വാഗ് ലാബ്സ് എന്ന വെബ്സൈറ്റിന് ടൈറ്റിൽ സ്വാഗ് ലാബ്സ് എന്ന് തന്നെയാണോ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് ടെസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തോളും. നമ്മൾ അതിന് അഡീഷണൽ കോഡൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഡീഫോൾട്ട് ടെസ്റ്റ് യൂസ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് രണ്ട് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യും. ഒന്ന് index.html എന്നാണ് പേര്. രണ്ടാമത്തെ റിപ്പോർട്ടിൻ്റെ പേര് ഇമെയിലബിൾ HTML റിപ്പോർട്ട് എന്നുള്ളത്. നമുക്ക് ഈ റൺ ഓൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ ക്ലാസ് ഫയൽ ഫുള്ള് റൺ ആവും. ഇനി അത് രണ്ട് ടെസ്റ്റ് കേസസും എക്സിക്യൂട്ട് ആവും. ആദ്യമേ എക്സിക്യൂട്ട് ആകാൻ പോകുന്നത് സെറ്റപ്പ് എന്ന മെത്തേഡ് ആയിരിക്കും. കാരണം അതിനെ ബിഫോർ മെത്തേഡ് വെച്ച് അനോട്ടേറ്റ് ചെയ്യും. അതിനുശേഷം ടെസ്റ്റിലേക്ക് പോകും. അതിനുശേഷം ടിയർ ഡൗൺ എന്ന മെത്തേഡിലേക്കാണ് എക്സിക്യൂഷൻ പോകുന്നത്. കാരണം അതിനെ അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആഫ്റ്റർ മെത്തേഡാണ്. ബിഫോർ മെത്തേഡ് ഓരോ ടെസ്റ്റിന് മുമ്പും ആഫ്റ്റർ മെത്തേഡ് ഓരോ ടെസ്റ്റിന് ശേഷമാണ് എക്സിക്യൂട്ട് ആകുന്നത്. ആദ്യത്തെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ആയി. ഇവിടെ ഓൾറെഡി ടെസ്റ്റ് എൻജിൻ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എക്സിക്യൂഷനെ കുറിച്ച്. സ്യൂട്ടിനകത്ത് എത്ര ടെസ്റ്റ് റണ്ണായി, എത്ര എണ്ണം പാസ്സായി, ഫെയിലിയേഴ്സ് ഉണ്ടോ, സ്കിപ്പ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗ്രീനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫെയിൽ ആണെങ്കിൽ ഇവിടെ റെഡ് വരുമായിരുന്നു. ഇവിടെ ഫെയിൽ ടെസ്റ്റിന് ടാബും ഉണ്ട്. ഫെയിൽഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഇത് കൂടാതെ തന്നെ ടെസ്റ്റ് എൻജിൻ ബൈ ഡീഫോൾട്ട് ജനറേറ്റ് ചെയ്യുന്ന രണ്ട് റിപ്പോർട്ടാണ് index.html ഇമെയിലബിൾ റിപ്പോർട്ടും. ആ രണ്ട് റിപ്പോർട്ട്സ് ജനറേറ്റ് ആകുന്ന ടെസ്റ്റ് ഔട്ട്പുട്ട് എന്ന ഫോൾഡറിനകത്താണ്. ഇവിടെ ടെസ്റ്റ് ഔട്ട്പുട്ട് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് index.html എന്നൊരു HTML ഫയൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് ഓപ്പൺ ആവും. രണ്ട് തീമുണ്ട്. ഇതിപ്പം പുതിയ തീമാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം. ക്രോണോളജിക്കൽ വ്യൂ കാണാം. ഇഗ്നോർഡ് മെത്തേഡ്സ്, ടൈംസ്, റിപ്പോർട്ടർ, ഔട്ട്പുട്ട്, അങ്ങനെ പല ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തീം മാറ്റാൻ പറ്റും. സ്വിച്ച് റിട്രോ തീം എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് എങ്ങനെയായിരുന്നോ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ലേഔട്ടിലേക്ക് മാറും. വീണ്ടും തിരിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അൾട്രാ തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പുതിയ തീമിലേക്ക് പോകും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ റിപ്പോർട്ടിനകത്തുള്ള ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെയുള്ള സെക്കൻഡ് റിപ്പോർട്ടാണ് ഇമെയിലബിൾ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നമുക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു സ്റ്റേക്ക് ഹോൾഡറിന്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എത്ര എണ്ണം പാസ്സായി, സ്കിപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസിൻ്റെ കൗണ്ട്, റീട്രൈഡ്, ഫെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാം ഗ്രീൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റൻഷ്യൽ ടെസ്റ്റ് കേസ് ഫെയിൽ ആവാം. അതനുസരിച്ച് ഈ റിപ്പോർട്ട്സ് ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഈ രണ്ട് ടാബും ക്ലോസ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റും ക്ലോസ് ചെയ്യുവാണ്. ഞാൻ ഇൻറ്റൻഷ്യലി ഒരു ടെസ്റ്റ് കേസ് ഫെയിൽ ചെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ എക്സ്ട്രാ GE എക്സ്പെക്റ്റഡ് ടൈറ്റിലൂടെ ആഡ് ചെയ്തു. അപ്പം ടൈറ്റിൽ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് കേസ് ഫെയിൽ ആവും. ഞാൻ ഇത്തവണ
ഈ ക്ലാസ് ആയിരിക്കുകയില്ല റൺ ചെയ്യുന്നത്, പകരം ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഡോട്ട് XML എന്നൊരു XML ഫയൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തും റൺ ചെയ്യുന്ന സെയിം ക്ലാസ് തന്നെയാണ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്സ് എന്നുള്ളത്. അതായത് ക്ലാസ് റൺ ചെയ്താലും അതുപോലെ തന്നെ ടെസ്റ്റ് XML റൺ ചെയ്താലും ഈ ടെസ്റ്റ് ഔട്ട്പുട്ടിനകത്ത് ഇൻഡെക്സ് ഡോട്ട് HTML അതുപോലെ തന്നെ ഇമെയിൽ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഇമെയിൽ റിപ്പോർട്ടും കറക്റ്റായിട്ട് ജനറേറ്റ് ആവുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തവണ ടെസ്റ്റ് റിപ്പോർട്ട് ഡോട്ട് XML എന്നുള്ള XML സ്യൂട്ട് റൺ ചെയ്യാൻ പോകുന്നു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ടെസ്റ്റ് സ്യൂട്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻ ഒരെണ്ണം പാസ്സാകണം, ഒരെണ്ണം ഫെയിൽ ആകണം. ആ അപ്ഡേഷൻ റിപ്പോർട്ട്സിലും വരണം. നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയി, സെക്കൻഡ് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയി. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഒരെണ്ണം പാസ്സായി, ഒരെണ്ണം ഫെയിൽ ആയി. ഇനി ആ ചേഞ്ചസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടോ നോക്കാം. ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുവാണ്. ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് റിപ്പോർട്ട്സ് അപ്ഡേറ്റ് ആകാതെ വരും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിഫ്രഷ് എന്നൊരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇൻഡെക്സ് ഡോട്ട് HTML ആദ്യമേ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫെയിൽഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പാസ്റ്റ് മെത്തേഡ്സിനകത്ത് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പർട്ടിക്കുലർ മെത്തേഡ് ഫെയിൽ ആകാനുള്ള റീസണും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് സ്വാഗ് ലാബ്സിനകത്ത് ഒരു എക്സ്ട്രാ G ഉണ്ടായിരുന്നു, പക്ഷേ യഥാർത്ഥത്തിലുള്ള ടൈറ്റിലിനകത്ത് ഒരു G ഉള്ളൂ, അതുകൊണ്ടാണ് ഫെയിൽ ആയത്. നമ്മൾ ഇൻറ്റൻഷലി ഫെയിൽ ചെയ്തതാണ്. അതുപോലെ ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഇത് നമുക്ക് തീം മാറ്റാം. അപ്പോൾ ഇത്രയും ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ഇതേ ചേഞ്ച് തന്നെ ഇമെയിലുകൾ റിപ്പോർട്ടിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇമെയിലുകൾ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അവിടെയും അതേപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. പാസ്റ്റ് 1 ഫെയിൽഡിൻ്റെ താഴെ കോളത്തിൽ ഒരു കൗണ്ട് 1 ആയിട്ട് റെഡ് കളർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആ എക്സെപ്ഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടെസ്റ്റ് യൂസ് ചെയ്ത് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. ബൈ ഡീഫോൾട്ട് ടെസ്റ്റ് തന്നെ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തത്. നമ്മൾ എക്സ്ട്രാ കോഡൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 റിപ്പോർട്ടാണുള്ളത്. ഒന്ന് ഇൻഡെക്സ് ഡോട്ട് HTML റിപ്പോർട്ടും പിന്നെയുള്ള ഇമെയിലബിൾ റിപ്പോർട്ടും. അപ്പം ഈ 2 റിപ്പോർട്ട്സ് അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വേറെ തേർഡ് പാർട്ടി ലൈബ്രറീസ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ നല്ല UIയിലുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുക. അത് ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.